ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചെടികൾ ഇഷ്ടമുള്ളവരെ പോന്നോളൂ. നിങ്ങളെ ഞാൻ മുമ്പ് കുഴിപ്പള്ള ഫസ്റ്റ് ഞാൻ പോയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വേണമെങ്കിൽ കൂട്ടാം. അങ്ങനെ ഒരു സൺഡേ രാവിലെ ആയപ്പം വെറുതെ പറഞ്ഞു നോക്കി, കുഴിപ്പള്ളത്തോട്ട് പോയി നമുക്ക് കുറച്ച് ചെടികൾ വാങ്ങിക്കാം എന്നിങ്ങനെ ചോദിച്ചു. നല്ല ഒരു സമയത്താണ് ഞാൻ ചോദിച്ചെന്ന് തോന്നുന്നു. ഈ കെട്ടിയവൻ സമ്മതിച്ചു. അങ്ങനെ സന്തോഷത്തോടു കൂടി ഞാൻ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണം. അതായത് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളിങ്ങനെ രാവിലെ എണീറ്റ് ഇതൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, നമുക്ക് വീണ്ടും വീണ്ടും ജീവിക്കാൻ തോന്നുന്നൊരു വല്ലാത്തൊരു സന്തോഷമാണത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ എഴുന്നേറ്റ് കയ്യിലൊരു ചായയായിട്ട് ഈ പൂക്കളുടെ അടുത്തൊക്കെ ചെന്നിരുന്ന് നോക്കുക. പക്ഷെ ഇപ്പോൾ ഭയങ്കര മഴയാണല്ലോ, അപ്പോൾ ഒരു സങ്കടമുണ്ട്, പിന്നെ ഒരു സമാധാനമുണ്ട്. ചെടികൾക്കൊക്കെ നിറയെ വെള്ളം കിട്ടുന്നുണ്ടല്ലോ, അതും ഒരു സന്തോഷം. പിന്നെ എന്താ പറയുക, ശരിക്കും പെറ്റ്സ് എന്ന് പറയാൻ ചെടികളും പെറ്റ്സ് ഗണങ്ങളിൽ പെടുമല്ലേ. പണ്ടൊന്നും എനിക്ക് ചെടികളോടൊന്നും വലിയ താല്പര്യമില്ല. നമ്മുടെ വീട്ടിലൊക്കെ ആയിരിക്കുമ്പം അമ്മ ചെടിക്ക് വെള്ളം ഒഴിക്കാൻ പറയുമ്പോൾ തന്നെ ഭയങ്കര മടിയാണ്. പക്ഷേ ഇപ്പം നമ്മൾ ഏജായെന്ന് പറയുന്നില്ല, ഇച്ചിരി ഒന്ന് കുറച്ചുകൂടെ മുതിർന്നു എന്ന് പറയാമല്ലേ. അപ്പോഴാണ് നമ്മൾ ആ ഒരു ഏകാന്തതയിലോട്ടൊക്കെ പോകുമ്പം ചെടികളോടെയുള്ള ഒരു സന്തോഷം അല്ലേ. അങ്ങനെ നമ്മുടെ ബാലരാമൻ വഴി കുഴിപ്പള്ളത്തോട്ടുള്ള യാത്രയാണ്. വേറൊരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വഴിയെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവിടെ സത്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊന്മുടി, കന്യാകുമാരി അങ്ങനെയൊക്കെ ഉള്ള ഡെസ്റ്റിനേഷനിൽ പോകുന്ന പോലെയായി ഇപ്പോൾ ഈ കുഴിപ്പള്ളത്ത് ആളുകൾ. കാരണം ഭയങ്കര തിരക്കായി. ഞാൻ ഫസ്റ്റൊക്കെ വരുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല. ഇപ്പം ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, ഇഷ്ടം പോലെ ചെടികൾ മേടിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ക്യാൻറ്റീനും ഉണ്ട് കേട്ടോ. നമുക്ക് രാവിലെ ഇങ്ങ് വന്നാൽ മതി, വന്ന് ഇഷ്ടമുള്ള സെപ്പറേറ്റാണ്. ശരിക്കും നമുക്കിത് മുഴുവൻ കണ്ടു തീർക്കാനായിട്ട് പറ്റൂല ഒരു ദിവസം കൊണ്ടൊന്നും. ഞാൻ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയിടത്ത് ഇതിനകത്ത് കയറാം. ഇതാണ് ഇൻഡോർ പ്ലാന്റ്സ്. മാക്സിമം പോവാതിരിക്കാൻ നോക്കി, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും മുമ്പ് കണ്ട ചെടികൾ അവിടെ കാണുന്നില്ല. കാരണം വെറൈറ്റി ചെടികളാണ് പിന്നിരുന്നത്. അതാണ് അത്. അപ്പം നമ്മൾ ആ സ്ഥലത്ത് പോണ്ട, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയി കണ്ട ചെടികളല്ലേ, അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും പുതിയ പുതിയ വെറൈറ്റി നമ്മൾ കണ്ടിട്ടില്ലാത്ത ചെടികളെല്ലാം. പിന്നെ നമ്മൾ ചില റിസോർട്ടിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഈ ചെടി എവിടെ നിന്നാണോ എന്തോ അങ്ങനെ വിചാരിക്കുന്ന എല്ലാ ചെടികളും ഇവിടെയുണ്ട്. ഇതൊരു പ്രൈവറ്റ് ഇതാണ്, പ്രൈവറ്റായിട്ട് ഒരാളുടെ നടത്തുന്നതാണ്. പക്ഷേ നമുക്ക് ഇത്രയും വാസ്റ്റായിട്ടുള്ള ഒരു ഏരിയയിൽ ഇങ്ങനെ പൂക്കളും ചെടികളും ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള അതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. എനിക്കും കൂടി അവിടെ വർക്ക് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു രാവിലെ. പക്ഷെ നല്ല ദൂരമുണ്ട്.
അതുമല്ല ഒരു എന്താ പറയുക, ഒരു ഭയങ്കര ഒരു വെറൈറ്റി സംഭവമാണ്. എല്ലാം ബോൺസായി, പല മോഡല് നാടൻ ചെടികൾ, ഇതുപോലെ ബോൺസായി ആയിട്ടും ഒക്കെ അവർ ട്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സിൻ്റെ പ്രത്യേക സെക്ഷനുണ്ട്. പിന്നെ ഞാൻ ഓരോന്നും അടുപ്പിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ നിന്ന് ഇന്നൊന്നും തീരില്ല. അവിടെ ഒരു മാസമെങ്കിലും താമസിച്ച് വീഡിയോ എടുക്കേണ്ടി വരും. എങ്കിലും തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു മാസം കൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ അത്രയും ഡീറ്റെയിലിംഗ് ആണ്. ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന അത് തൊട്ട് ഇതുപോലെ പ്ലാസ്റ്റിക് ചെടിച്ചട്ടി തൊട്ട് ഒരു ഗാർഡന് നമുക്ക് എന്തെല്ലാം വേണമോ, ലാൻഡ്സ്കേപ്പിങ്ങിനുള്ള സ്റ്റോൺ, അതിന് പ്രത്യേക സെക്ഷനാണ്. നമ്മൾ തപ്പിയെടുക്കണം, മനസ്സിലായോ? ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ ഈ ആഗ്രഹിക്കില്ലയോ ഇന്ന മോഡൽ ഒരു ചട്ടി നമ്മുടെ വീട് അലങ്കരിക്കാൻ എന്ന് നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന സകല, അത് വലിയ വിലയും ഇല്ല കേട്ടോ. എല്ലാം വളരെ തുച്ഛമായ. നമ്മളിപ്പോൾ വേറെ ഒരു നഴ്സറിയിൽ ചെന്നിട്ട് ഒരു ചട്ടി ചോദിക്കുകയാണെങ്കിൽ 100 തൊട്ട് 90, 80, പിന്നെ വലിയ ചട്ടിയാണെങ്കിൽ അതിലും 500, 1000 ഒക്കെ പറയുന്ന ഇത് വെച്ചിട്ട് ഇവിടെ വരുമ്പോൾ 6 രൂപ, 7 രൂപ, 10 രൂപ, 20 രൂപ, 15 രൂപ. നമ്മൾ ഞെട്ടിപ്പോവും. ബൾക്കായിട്ടാണ് നമ്മൾ ഇവിടെ വന്ന് ചെടിച്ചട്ടികൾ മേടിച്ചുകൊണ്ട് പോകാൻ നമുക്ക് തോന്നും. അത്രയ്ക്ക് വലുതായി. ഈ കയ്യിരിക്കുന്ന ഇത് ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടം. അത് ഒരു ശംഖിൻ്റെ ആകൃതിയിലുള്ള, നമ്മളങ്ങനെ പൊതുവെ കണ്ടിട്ടില്ലല്ലോ, ശംഖിൻ്റെ ആകൃതി വന്നിട്ട് ഫുൾ പൂക്കൾ. അത് വലിയ വിലയൊന്നുമില്ല. അത് 100, 150, 200 ഒക്കെ ഉള്ളൂ ഈ കാണുന്ന ചെടികൾക്ക്. അത് നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ചാൽ നമ്മളെ വീടിൻ്റെ ലുക്കേ മാറും. അത്ര മനോഹരം. ഇതെല്ലാം നമ്മൾ വലിയ വലിയ ഷോപ്പിൽ ചെല്ലുമ്പോൾ 2000, 3000, 6000, ആമസോണിലായാലും നല്ല വിലയുണ്ട് ഇതിനൊക്കെ. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടാണ് നമുക്ക്. ഞാൻ പിന്നെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് ക്ഷമയും സമാധാനവും ആയിട്ട് പോവാൻ ശ്രമിക്കണം. ഹർബറിയായി പോയിട്ട് ഒരു കാര്യവും ഇല്ല. ചെന്ന് നമ്മൾ വില കണ്ട് നോക്കി എടുത്ത് അങ്ങനെയുള്ള രീതിയിൽ പോകണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ പെട്ടെന്ന് ചെന്ന് കുറെ ചെടി മേടിച്ച് പർച്ചേസ് ചെയ്ത് അങ്ങനെയല്ല, അവരുടെ അടുത്ത് ചോദിച്ച്. നമ്മളൊരു ചെടി മേടിക്കാൻ പോകുമ്പോൾ സത്യം ഒരു കുഞ്ഞിനെ നമ്മൾ ദത്തെടുക്കാൻ ചെല്ലുമ്പോൾ എങ്ങനെയാണോ അതിലും ഇതായിട്ട് വേണം നമ്മളൊരു ചെടി. കാരണം നമ്മൾ വീട്ടിൽ കൊണ്ട് വയ്ക്കുമ്പം അത് 2 ദിവസം നമ്മൾ വെള്ളം ഒഴിച്ച് പരിചരിച്ചിട്ട് പിന്നെ നോക്കുമ്പോൾ അത് വാടിക്കരിഞ്ഞങ്ങ് പോകും. അങ്ങനെയല്ല, നമ്മുടെ വീട്ടിലെ സൂര്യപ്രകാശം, നമ്മുടെ വീട്ടിലുള്ള ക്ലൈമറ്റിൻ്റെ, അതായത് വെതറിൻ്റെ ഇതനുസരിച്ച് എല്ലാ വീടുകളിലും ഒരുപോലെ സൂര്യപ്രകാശവും വെള്ളവും ഒന്നും കിട്ടില്ല. അങ്ങനെ ഇപ്പം ഒരുപാട് ഇപ്പം ഈ കാശിത്തുമ്പ പോലത്തെ അങ്ങനെയൊക്കെ ഉള്ള ചെടികളാണെങ്കിൽ ഒത്തിരി മഴ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അഴുകിപ്പോവും. അപ്പം അങ്ങനെയൊക്കെ നോക്കി വേണം നമ്മളൊരു ചെടി മേടിക്കുമ്പോൾ അത്രയും നമ്മൾ പഠിച്ചിട്ട് വേണം നമ്മളൊരു ചെടി മേടിക്കാൻ. അല്ലാതെ വെറുതെ നമ്മൾ കാശ് കൊടുത്ത് ചെടി മേടിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഒരു കാര്യവും ഇല്ല. അത് കൊണ്ടുവയ്ക്കുമ്പോൾ ഉള്ള എല്ലാവരും അങ്ങനെ പറയും, പരാതി പറയും. ഞാനും എനിക്കറിയില്ലായിരുന്നു, കുറേ ചെടികൾ ഇതുപോലെ കാണുമ്പോൾ മേടിച്ച് വെച്ചിട്ട് പിന്നെ അതിനെക്കുറിച്ച് ഞാൻ നന്നായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം. നമ്മളെ വീട്ടിൽ വെയിൽ കുറവാണ്, അത്ര വെയിലില്ല. പിന്നെ മഴയാണെങ്കിൽ നന്നായിട്ട് പെയ്യുമ്പം വെള്ളം നന്നായിട്ട്. അപ്പം അങ്ങനെയുള്ള ചെടികൾ മാത്രമേ ഞാൻ വാങ്ങി വയ്ക്കാറുള്ളൂ. വെറുതെ ചെടികൾ മേടിച്ച് വെച്ചിട്ട് അതിനെ കൊണ്ടുവന്ന് നശിപ്പിച്ച് കളയാനായിട്ട്
അത് സങ്കടമാ ഒരു ചെടി സത്യം പറഞ്ഞാൽ വീട്ടിൽ സ്ഥലമില്ല എങ്കിൽ പോലും ഒതുക്കി ഞാൻ ചെടികൾ നീറ്റായിട്ട് വയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ഒത്തിരി കൃമികീടങ്ങളെല്ലാം നമുക്ക് കണ്ണിന് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ചെടികളെ നശിപ്പിക്കുന്ന ജീവികളുമുണ്ട്. കാരണം ഇലയെല്ലാം മുഴുവൻ റോസിലൊക്കെ നന്നായിട്ട് ഇങ്ങനെയുള്ള ജീവികൾ വരും. അപ്പോൾ അതെല്ലാം നമ്മൾ അതിനുള്ള എല്ലാം ഇവരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അതിനുള്ള പെസ്റ്റിസൈഡ് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. ഓർഗാനിക് വേണമെങ്കിൽ അങ്ങനെയുള്ളതുണ്ട്. എന്ത് ചെടികൾക്ക് വേണ്ടിയുള്ള എല്ലാ സംശയങ്ങളും ഇവരുടെ അടുത്ത് ചോദിച്ചാൽ നന്നായിട്ട് ആ സ്റ്റാഫുകളുടെ കാര്യം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു. ഈ പ്രാവശ്യത്തെ വീഡിയോയിൽ സ്റ്റാഫ് നല്ല സപ്പോർട്ടായിരുന്നു. നമുക്ക് ചോദിക്കും നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണ്, ഇൻഡോർ ആണോ വേണ്ടത്, അങ്ങനെയെല്ലാം നമ്മൾ കറക്റ്റ് പറഞ്ഞു കൊടുത്താൽ അവർ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ഈ കാണുന്ന ഇൻഡോർ നല്ല കോസ്റ്റ്ലി ഉള്ള സത്യം പറഞ്ഞാൽ ഞാനൊരു എക്സിബിഷൻ സെൻറ്ററിനകത്ത് കയറിയ ഒരു പ്രതീതിയായിരുന്നു എനിക്ക്. കാരണം അത്രയും 35,000 രൂപയുടെ ചെടി തൊട്ട് 5 രൂപ 2 രൂപ അങ്ങനെ അത്രയും കുറഞ്ഞ ഇതിലുള്ള ചെടികൾ വരെ ഞാൻ പെട്ടെന്ന് ഒരു ശയനപ്രദക്ഷിണം വയ്ക്കുന്ന പോലെ ചുറ്റി നടന്ന് കണ്ടു. പിന്നെ ഈ ഇൻഡോറിനകത്തൊക്കെ വന്നു ഞാൻ തന്നെ ഹസ്ബൻഡ് എവിടെയാണ് ഉണ്ട് ഫോണ് കയ്യിലുള്ളത് കൊണ്ട് പിന്നെ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ എന്നെ വിളിക്കുമല്ലോ, അത് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ഫോണും എടുത്ത് ഇറങ്ങി. എന്നിട്ടും കുറച്ച് ഭാഗത്തെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. ഇതിപ്പം ഞാൻ ഇൻഡോറിനകത്ത് തന്നെ വാസ്റ്റായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഓർക്കിഡിന് മാത്രം, അത് നമ്മൾ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിൽ ഓർക്കിഡിന് മാത്രം അവിടെയാണെന്ന് തോന്നുന്നു 2 വീലറൊക്കെ പാർക്ക് ചെയ്യുന്ന. അങ്ങോട്ടൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം എന്തായാലും ഞാൻ വരുമ്പം ഓർക്കിഡിൻ്റെ അവിടെ പോവും. ഇത് ജസ്റ്റ് ഒന്ന് അവരൊരു ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഓർക്കിഡൊക്കെയാണ്. ശരിക്കും ഓർക്കിഡിൻ്റെ നഴ്സറി ഇതല്ല, സെപ്പറേറ്റ് ആയിട്ടുള്ള ഇത് മിക്സായിട്ട് ഇങ്ങനെ ഇൻഡോർ പ്ലാന്റ് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഇത് തന്നെ ഒരു നല്ല ഒരു ഒത്തിരി നടന്ന് കാണാനുള്ളതുണ്ട്. അത്രയ്ക്ക് വൻ ശേഖരമാണ് ഉള്ളത്. കലാത്തിയ, അഗ്ലോണ എന്തൊക്കെ പേരുകളാണ് അത്, എനിക്ക് അതൊന്നും ഓർത്ത് ആന്തൂറിയം അതിൻ്റെയൊക്കെ തന്നെ വെറൈറ്റിയാണ്, പല കളറിലും ഒക്കെയുള്ള. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കുഴിപ്പള്ളത്ത് വന്നപ്പോൾ ഫുൾ റോസ്, ബൊഗെയിൻവില്ല ആ സെക്ഷനിലോട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കോൺസെൻട്രേഷൻ കൂടുതൽ കൊടുത്തത്. ഇപ്രാവശ്യം ഞാൻ ഇൻഡോർ പ്ലാന്റ്സും പിന്നെ അല്ലാതെ ഉള്ള കൂടുതൽ ഇൻഡോർ പ്ലാന്റ്സിലാണ് ഞാൻ കൂടുതൽ പോയത്. പിന്നെ ചെടിച്ചട്ടി അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തത്. ഇതൊരു ഒരു നമ്മുടെ ഈ പൈനാപ്പിളിൻ്റെയൊക്കെ ഒരു ഇതുപോലെ എനിക്ക് തോന്നി കേട്ടോ. ആ ഒരു വർഗത്തിൽ പെട്ടതായിരിക്കണം. ഇത് ഫുൾ ഇൻഡോറാണ്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ഇതാണ് ഫുൾ. ഇതിൻ്റെ സെക്ഷൻ, അതായത് ഇങ്ങനെ അലങ്കരിക്കുന്ന ഡെക്കറായിട്ടുള്ള തത്തമ്മ, കൊക്ക്, ആന, മയിൽ, ഒട്ടകം അങ്ങനെ ഈ കിടക്കുന്ന ഫുൾ സ്റ്റോണാണ്. സ്റ്റോണെന്ന് പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പിങ്ങിനുള്ള വലിയ സ്റ്റോണുകളുണ്ടല്ലോ, അതിൻ്റെ വെറൈറ്റി കളേഴ്സ്, പല കളേഴ്സും ഉണ്ട്, പല ഷെയ്ഡിലുള്ള സ്റ്റോൺ വലിയ. അങ്ങനെ നമ്മൾ
അതായത് ഞാൻ കുറച്ച് ഈ അകത്ത് വയ്ക്കുന്ന കളർ പോട്ടുണ്ടല്ലോ അത് മേടിച്ചു. പിന്നെ ഫ്ലവർ വേസ്, പിന്നെ കുറേ ചെടികൾ എല്ലാം ഞാൻ മേടിച്ചതെല്ലാം കാണിച്ചു തരാം. അങ്ങനെ തിരികെ നമ്മൾ വീട്ടിലോട്ട് പോകും. എന്തായാലും വീഡിയോ എഡിറ്റ് ചെയ്ത് എനിക്ക് ഞങ്ങൾ ചെന്നപ്പോൾ മഴയുണ്ടായിരുന്നു. ടി വിയിൽ കണ്ടതാണ്. മഴയായിരുന്നു. ഇതിനകത്ത് കിടക്കട്ടെ. പിന്നെ ചിക്കനും പരാതിന് ഞാൻ മേടിച്ചു. റൈസും പെട്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ കുറച്ച് പോട്ട് മേടിച്ചായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ കുറച്ച് കളർഫുൾ പോട്ട്സ് വീടിനകത്ത് വയ്ക്കാൻ വീട്ടിൽ കൊണ്ടുവന്നവരാണ്. എനിക്ക് ഞാൻ കുറച്ച് ഹാങ്ങിങ് പോട്ട്, ഇത് ഞാൻ വളയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വളയാണ്. എനിക്ക് കുറേ ഉണ്ട് എൻ്റെ കയ്യിൽ. അതൊക്കെ ഞാൻ കൂടെ വെച്ചൊരു വീഡിയോ പിന്നെ ഇടാം. ഇതൊക്കെ പിന്നെ ഒരു മെമ്മറി ആവുമല്ലോ. ഞാനിപ്പോൾ വീണ്ടും ആ കുഴിപ്പള്ളത്തോട്ട് തിരിച്ചു പോകാൻ ഇറങ്ങി നിൽക്കുവാണേ. ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ പാത്തോസ് ഇങ്ങനെ ഇങ്ങനെ ഹാങ് ചെയ്തിടാനായിട്ട് കയറി വരുന്നവിടെ തന്നെ. പക്ഷേ പുതുതായിട്ട് അതിൻ്റെ റിവ്യൂ പറയാറായില്ല. സ്റ്റിക്ക് ചെയ്ത് വെച്ചപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. പിന്നെ നോക്കാം എങ്ങനെയാണ്. രസമുണ്ട്. അങ്ങനെ കുറച്ച് റീൽസ് എടുക്കേണ്ട ബാക്കിയായി കാണാൻ കേട്ടോ. രസമുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പോൾ ഭയങ്കര കാറ്റാണ്. അപ്പോൾ കാറ്റിൽ ഇതിൻ്റെ ഇത് എങ്ങനെയാണ് അത് സ്റ്റിക്കായി ഇരിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ തിരിച്ച് കുഴിപ്പള്ളത്തിൽ നിന്ന് വന്നിട്ട് നോക്കിയപ്പം കുറച്ച് ബില്ലെടുത്ത് നോക്കിയപ്പോൾ കുറച്ച് സാധനങ്ങൾ മിസ്സായി. അതായത് ഞാൻ എല്ലാം പർച്ചേസ് ചെയ്ത് ബില്ല് ചെയ്യാൻ കൊണ്ട് വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടാനായിട്ട് ഇറങ്ങിയപ്പോൾ ഒരുപാട് സാധനങ്ങളുള്ളത് കാരണം പുള്ളിക്കാരന് ബില്ലടിച്ചപ്പോൾ അവർ ബില്ലടിച്ച് ക്യാഷും എടുത്തു. പക്ഷേ ആ എടുത്തുകൊണ്ട് വെക്കുന്നവർ വെച്ചില്ലായിരുന്നു. കുറച്ച് ഹാങ്ങിങ് പോട്ട്സൊക്കെ മിസ്സായി. അപ്പം പിന്നെ അല്ലാതെ തന്നെ ഞങ്ങൾക്ക് കുറച്ച് സ്റ്റോണ് വേണമായിരുന്നു. ഈ ഇൻഡോർ പ്ലാന്റ്സ് അലങ്കരിക്കാനായിട്ട് ശരിക്കും സ്റ്റോൺ ഇടാൻ പാടില്ല എന്നാണ്. പിന്നെ ഈ ഒത്തിരി സ്റ്റോൺ ഇട്ട് കഴിഞ്ഞാൽ അടുത്ത തൈ വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഓർക്കിഡിന് മാത്രം ഒരു സെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതാ റൈറ്റ് സൈഡിൽ കാണുന്ന സ്ഥലമാണ്. കയറി പോകുമ്പോൾ തന്നെ അവിടെ നിന്നാണ് നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞു പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് വീണ്ടും അവിടെ ഒരു പ്രാവശ്യം കൂടി പോകണം. എനിക്ക് ഒരു പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം കുഴിപ്പള്ളത്ത് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന എനിക്കിനി എല്ലാ ദിവസവും അവിടെ പോകാൻ പറ്റിയാലും എനിക്ക് സന്തോഷമാണ്. കാരണം കണ്ടാലും തീരില്ല. കഴിഞ്ഞ പ്രാവശ്യം അതായത് ഞങ്ങൾ രാവിലെ ആണ് വന്നൊരു കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ചിക്കൻ കറിയും ഗീ റോസ്റ്റും വെച്ചിട്ട് ഗീ റൈസും വെച്ചിട്ട് പെട്ടെന്ന് ആണ് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ നേരത്തെ വന്നത്. പക്ഷേ ഇപ്പം ഞങ്ങൾ വന്നപ്പം ഞങ്ങളൊരു ചായയും വാഴയ്ക്കപ്പമൊക്കെ കഴിച്ചിട്ട് വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു. ആ സമയത്ത് നല്ല വണ്ടി ഇടാൻ പോലും പറ്റാത്തത്ര തിരക്കും ആളുകളുമായിരുന്നു. കാരണം മഴ മാറി നിന്നു. സൺഡേ ആണ്. ഒത്തിരി ബൾക്കായിട്ട് എടുത്തുകൊണ്ട് പോകാൻ ലോറികളും പിന്നെ ഞാനവിടെ ചോദിച്ചപ്പം ഇവർ പുറത്തുനിന്നാണ് ചെടികൾ കൊണ്ടുവരുന്നത്. ഞാൻ ആദ്യം വിചാരിച്ചു ഇവിടെ തന്നെ ടിഷ്യൂ കൾച്ചർ പോലത്തെ എന്തെങ്കിലും.
താങ്ക് യു ഫോർ വാച്ചിങ്. വെറൈറ്റി വീഡിയോസുമായിട്ട് വരാം. ബൈ.